Hi friends, welcome to Adijith Learning. 10th class Physics Effects of Electric Current എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 11ാമത്തെ വീഡിയോ ആണ്. മാത്രമല്ല ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. മറ്റ് ഭാഗങ്ങൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ലെറ്റ് us assess. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ആംബിയറേജ് കറക്റ്റ്ലി. റൈറ്റ് ഡൗൺ ദ ആംബിയറേജ് ഓഫ് ദ ഫ്യൂസ് വയേഴ്സ് ദാറ്റ് ആർ കറൻ്റ്ലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഫ്യൂസ് വയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആംബിയറേജ് കറക്റ്റായിട്ട് ഉള്ളത് നമ്മൾ അത് ഏത് ആംബിയറേജിലുള്ള ഫ്യൂസ് വയർ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നറിഞ്ഞിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെ ആംബിയറേജിലുള്ള ഫ്യൂസ് വയേഴ്സാണ് നമുക്ക് അവൈലബിൾ അതായത് കറൻ്റ്ലി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂസ് വയർ ഓഫ് സ്യൂട്ടബിൾ ആംബിയറേജ് ഷുഡ് ബി സെലക്റ്റഡ്. നമ്മൾ കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആംബിയറേജിലുള്ള ഫ്യൂസ് വയർ മാത്രമേ സെലക്ട് ചെയ്യാവൂ. ആംബിയറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബിയറേജ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ഓഫ് ആൻ എക്യുപ്മെൻറ്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. അതായത് പവറും വോൾട്ടേജും ആയിട്ടുള്ള റേഷ്യോയാണ് നമ്മൾ ആംബിയറേജ് എന്ന് പറയുന്നത്. ആംബിയറേജ് ഇൻക്രീസസ് വിത്ത് ദ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. എപ്പോഴും തിക്നെസ് ഓഫ് ദ അതായത് കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ആംബിയറേജും എന്ത് ചെയ്യുന്നു? കൂടുന്നു. പിന്നെ തിക്ക് വയർ ടേക്സ് മോർ ടൈം ടു മെൽറ്റ്. അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തിക്ക് വയർ ആയിരിക്കുമ്പോൾ അത് കൂടുതൽ ടൈം എടുക്കുന്നു മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. കൂടുതൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടുതൽ മെൽറ്റ് ആവാൻ വേണ്ടി കൂടുതൽ ടൈം എടുക്കുന്നു. ഡ്യൂ ടു ഹൈ കറണ്ട് ഫ്ലോ ദ കറണ്ട് മേ ബി ദ സർക്യൂട്ട് മേ ബി ഡാമേജ്ഡ്. അപ്പോൾ ഹൈ കറണ്ടൊക്കെ കയറി വരുമ്പോൾ സർക്യൂട്ട് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഇഫ് തിൻ വയർ ഈസ് യൂസ്ഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ്. ഇപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ തിൻ വയർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ കറണ്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഹെൻസ് കറണ്ട് ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ അവിടെ കറണ്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ തിൻ വയർ യൂസ് ചെയ്യുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയും കറണ്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആംബിയറേജ് ഓഫ് അവൈലബിൾ ഫ്യൂസ്. അവൈലബിൾ ഫ്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ആംബിയറേജിലുള്ള ഫ്യൂസസ് എന്ന് പറയുന്നത് 0.1 ആംസ്, 0.2 ആംസ്, 0.5 ആംസ്, 1.5 ആംസ്, 3 ആംസ്, 5 ആംസ്. ഇങ്ങനെ ഈ റേറ്റിങ്ങിലുള്ള ആംബിയറേജിലുള്ള ഫ്യൂസ് വയേഴ്സാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 0.5 ആംസ് കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. അപ്പോൾ ഒരു 230 വോൾട്ട് സപ്ലൈയിൽ ഒരു 0.5 കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്സ്. അപ്പോൾ നമ്മളവിടെ എത്ര ചാർജിലുള്ള അതായത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് നമ്മൾ കണ്ടുപിടിക്കണം. 5 മിനിറ്റ്സിൽ അവിടെ ഫ്ലോ ചെയ്യുന്ന ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ചാർജ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ Q ഈസ് ഈക്വൽ ടു എന്താണ്? I ഇൻറ്റു T. ഇവിടെ 0.5 ആംസ് ആണ്. അപ്പോൾ 0.5 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം ഇൻ സെക്കൻഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ 5 ഇൻറ്റു 60. അപ്പോൾ 0.5 ഇൻറ്റു 300 ഈസ് ഈക്വൽ ടു 150 C എന്ന് നമുക്ക് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. എത്രത്തോളമാണ് സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ്? അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം V/I ആണ്. അപ്പോൾ ഇവിടെ 230 വോൾട്ട് സപ്ലൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 230 ഡിവൈഡഡ് ബൈ കറണ്ട് 0.5 ആംസ് ആണ്. 230 ഡിവൈഡഡ് ബൈ 0.5 ഈസ് ഈക്വൽ ടു 460 ഓം എന്ന് കിട്ടും. അടുത്ത് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഹീറ്റ് എത്ര ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. എത്ര 5 മിനിറ്റ്സിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എത്ര ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. H ഈസ് ഈക്വൽ ടു I²RT ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട് 0.5 ആംസ്, റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു 460 ഓം, പിന്നെ 5 മിനിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡിൽ 5 ഇൻറ്റു 60. അപ്പോൾ 0.5 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 460 ഇൻറ്റു 300 ഈസ് ഈക്വൽ ടു 34,500 ജൂൾ എന്ന് നമുക്ക് കിട്ടും. D question, how much is the power of the heating device connected to the circuit if we ignore the resistance of the circuit wire? അതായത് നമ്മൾ റെസിസ്റ്റൻസ് കണക്കാക്കാതെ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുക്കാതെ നമുക്ക് പവർ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഹീറ്റിംഗ് ഡിവൈസിൻ്റെ പവർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പം റെസിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് V ഇൻറ്റു I എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് പവർ കണ്ടുപിടിക്കാം. അപ്പോൾ P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. അപ്പോൾ ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട്, കറണ്ട് തന്നിട്ടുണ്ട് 0.5 ആംസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 230 ഇൻറ്റു 0.5 ഈസ് ഈക്വൽ ടു 115 വാട്ട്സ്. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ, ദ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് H ഈസ് ഈക്വൽ ടു I²RT. വിൽ ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻക്രീസ് ഓൺ ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ്? എക്സ്പ്ലെയിൻ.
അപ്പോൾ ജൂൾസ് ലോ അനുസരിച്ച് നമുക്കറിയാം കറണ്ട് ഫ്ലോയിങ് കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് H ഈസ് ഈക്വൽ ടു I²RT ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ്, അതായത് വോൾട്ടേജ് നമ്മൾ ചേഞ്ച് ചെയ്യാതെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഹീറ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? കാരണം H ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അവിടെ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന സൈനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ല പഠിക്കുകയോ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. H ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R. അതായത് H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, H ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അതായത് റെസിസ്റ്റൻസ് കുറയുമ്പോൾ H കൂടും, ഹീറ്റ് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയും. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഹീറ്റ് ഡിക്രീസസ്, റീസൺ എന്ന് പറയുന്നത് H ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേബിൾ ഷോസ് ഡീറ്റെയിൽസ് ഓഫ് ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് ഡിസൈൻ ടു വർക്ക് ഇൻ 230 വോൾട്ട്. അടുത്ത ടേബിളിൽ തന്നിരിക്കുന്നത് 230 വോൾട്ടിൽ ചെയ്യുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ് ആണ് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കാൽക്കുലേറ്റിംഗ് ദ ചേഞ്ച് ഇൻ ഹീറ്റ് ആൻഡ് പവർ ഓൺ ചേഞ്ചിങ് ദ വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക, അതായത് നമ്മൾ ചേഞ്ച് ഇൻ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, പവർ, പിന്നെന്താണ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള പവർ, പിന്നെന്താണ് റെസിസ്റ്റൻസ്, ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് നമ്മൾ ആ ടേബിൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ചുവടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഇപ്പോൾ ടേബിളിൽ ആദ്യത്തെ റോയിൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 230 വോൾട്ടാണ്, റെസിസ്റ്റൻസ് 57.5 ഓംസ് ആണ്. അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് V/R ആണ്. അപ്പോൾ 4 ആംസ് അവിടെ കറണ്ട് കിട്ടും. അടുത്ത് തന്നിരിക്കുന്ന ഹീറ്റ് ജനറേറ്റഡ് പെർ സെക്കൻഡ് ആണ്, H ഈസ് ഈക്വൽ ടു V/I/T. അപ്പോൾ അവിടെ വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, പിന്നെന്താണ് ടൈം. അപ്പോൾ ടൈമിനനുസരിച്ച് ടൈം വെച്ചിട്ട് 920 ജൂൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളതാണ്, ഈ ഡേറ്റാസൊക്കെ നമുക്ക് തന്നിട്ടുള്ളതാണ്. 920 വാട്ട്സ്. അവിടെ റീസൺ എന്ന് പറയുന്നത്, അവിടെ പവർ ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ റെസിസ്റ്റൻസ് ആണ്. അതായത് റെസിസ്റ്റൻസിൽ വന്ന ഡിഫറൻസ് കൊണ്ടാണ് അവിടെ എന്ത് വന്നത്, അവിടെ പവറിൽ ചേഞ്ച് വന്നത്. അടുത്ത ടേബിളിൽ 230 വോൾട്ട് തന്നിട്ടുണ്ട്, 115 ഓം തന്നിട്ടുണ്ട്. അപ്പോൾ 230 വോൾട്ട് ഡിവൈഡഡ് ബൈ 115 ഓം വെച്ച് നമുക്കവിടെ 2 ആംസ് കറണ്ട് കണ്ടുപിടിക്കാം. പിന്നെ അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ്, അതായത് 1 സെക്കൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 സെക്കൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, V/I/1 അല്ലേ. അപ്പോൾ വോൾട്ടേജ് 230 ഇൻറ്റു കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, നമ്മളവിടെ കണ്ടുപിടിച്ചു 2 ആംസ്. അപ്പോൾ 460 ജൂള്. പിന്നെ അതുപോലെ തന്നെ V/I ആണ്. നമ്മൾ അല്ലെങ്കിൽ H/T എന്നുള്ള ഫോമുല ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ P കണക്കാക്കാം, പവർ കണക്കാക്കാം. പവർ എന്ന് പറഞ്ഞാൽ 460 വാട്ടാണ്. അപ്പോൾ നമുക്കവിടെ ഫില്ല് ചെയ്യാനുള്ളത് 460 ജൂളും 460 വാട്ടുമാണ്. പിന്നെ അവിടെ പവറിൻ്റെ ചേഞ്ച് വന്നത് ഡിഫറൻസ് ഇൻ റെസിസ്റ്റൻസ് ആണ് അവിടെ ചേഞ്ച് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റോയിൽ 230 വോൾട്ട് 230 ഓം ആണ്. അപ്പോൾ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 1 ആംസ് ആണ്. അവിടെ ഫില്ല് ചെയ്യേണ്ടത് 1 ആംസ് ആണ്. പിന്നെ അടുത്ത് ഹീറ്റ് ജനറേറ്റഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 230 ജൂളാണ്, അതും ഫില്ല് ചെയ്യണം. പിന്നെ പവർ എന്ന് പറയുന്നത് 230 വാട്ടാണ്, അതും ഫില്ല് ചെയ്യണം. അപ്പോൾ അവിടെ റീസൺ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ റെസിസ്റ്റൻസ് തന്നെയാണ്. ഇനി 115 വോൾട്ടാണ് അടുത്ത റോയിൽ വോൾട്ടേജ്, 57.5 ഓം ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ I കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് 2 ആംസ് ആണ്, അത് ഫില്ല് ചെയ്യണം. ഹീറ്റ് എന്ന് പറയുന്നത് 230 ജൂളാണ്. പിന്നെ 230 വാട്ടാണ് പവർ എന്ന് പറയുന്നത്. അവിടെയും ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ആണ്. അവിടെ എന്താണ് 230 വോൾട്ടിൽ നിന്ന് എന്തായി 115 വോൾട്ടായി. അപ്പോൾ അവിടെ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ആണ് അവിടെ വരുന്നത്. മറ്റ് മുകളിൽ നമ്മൾ കണ്ടെടുത്തെല്ലാം എന്താണ്, അവിടെ റെസിസ്റ്റൻസിനാണ് ഡിഫറൻസ് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് 460 വോൾട്ട്. 460 വോൾട്ട് അതായത് 230യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, 230 115 കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന 460 വോൾട്ടാണ്. അപ്പോൾ അവിടെ 57.5 ഓംസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് V/R. അപ്പോൾ 460/57.5 എന്ന് പറയുന്നത് 8 ആംസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. 8 ആംസ് എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി അവിടെ വരുന്ന ഹീറ്റ് 3680 ജൂളാണ്. അതുപോലെ തന്നെ 3680 വാട്ട്സ് ആണ് വരുന്നത് പവർ. ഇനി അവിടെ ഈ റീസൺ, അതായത് പവർ ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ആണ്. ഇനി അടുത്ത് നമുക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നമുക്ക് അത് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. A question, how does the voltage under which a device works affects its functioning? അതായത് എങ്ങനെയാണ് വോൾട്ടേജ് ഒരു ഡിവൈസിൻ്റെ ഫങ്ഷനിങ്ങിനെ, അതിൻ്റെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ആസ് വോൾട്ടേജ് ഇൻക്രീസസ് പവർ ഇൻക്രീസസ്. അപ്പോൾ നിങ്ങൾ ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, പവർ ഇൻക്രീസ് ചെയ്തു. അവിടെ 230 വോൾട്ട് എന്നുള്ളത് 460 വോൾട്ട് ആയപ്പോൾ അവിടെ പവറും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു പവർ ഓൺ ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ്. അപ്പോൾ എന്താണ്, അതായത് പവറിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത്? അതായത് നമ്മൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാതെ നമ്മൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ എന്ത് ചേഞ്ചാണ് പവറിൽ കാണാൻ സാധിച്ചത്? അവിടെ എന്താണ് സംഭവിച്ചത്? പവർ ഡിക്രീസ് ചെയ്തു അല്ലേ. നമ്മൾ 230 വോൾട്ട് അങ്ങനെ 230 വോൾട്ട് കോൺസ്റ്റൻ്റ് ആയിരുന്നിട്ട് നമ്മളവിടെ റെസിസ്റ്റൻസ്, അതായത് 57.5 ഓമും പിന്നെ അടുത്ത ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മറ്റേ ഓംസ് നമ്മൾ മാറ്റി കൊടുത്തു. അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ മാറ്റി കൊടുത്തപ്പോൾ അവിടെ പവർ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ചേഞ്ച് ഈസ് ടു ബി ബ്രോട്ട് അബൌട്ട് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ് ഡിവൈസസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ പവർ. അപ്പോൾ നമ്മൾ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ് ഡിവൈസസ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചേഞ്ചാണ് നമ്മളവിടെ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് തിക്ക് വയർ ആയിരിക്കണം. പിന്നെ യൂസ് കണ്ടക്ടർ ഓഫ് സ്യൂട്ടബിൾ മെറ്റീരിയലിലുള്ള കണ്ടക്ടർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, സ്മോൾ ലെങ്ത്തിലുള്ള കണ്ടക്ടർ യൂസ് ചെയ്യുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ആംബിയറേജ് ഓഫ് ദ ഫ്യൂസ് വയർ. അപ്പോൾ നമ്മൾ ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ് ബേസ് ചെയ്ത് നമ്മൾ പിന്നെ എന്താണ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രിക്കൽ ഡിവൈസ് തന്നിട്ടുണ്ട്, വാട്ടർ ഹീറ്റർ, വോൾട്ടേജ് 230 വോൾട്ട്, പവർ 4370 വാട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? P/V എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 4370 ഡിവൈഡഡ് ബൈ 230 ഈസ് ഈക്വൽ ടു 19 ആംപ്സ്, 19 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ഏത് ആംപിയറേജിലുള്ള ഫ്യൂസ് വയർ നമുക്ക് സെലക്ട് ചെയ്യാം? 20 ആംപ്സിലുള്ള ഫ്യൂസ് വയർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി എയർ കണ്ടീഷണർ, AC-യുടെ കാര്യമാണെങ്കിൽ 230 വോൾട്ടാണ്. പിന്നെ 3000 നമ്മൾ 230 വോൾട്ട് നമുക്കിവിടെ കറണ്ട് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ കറണ്ടും വെച്ചിട്ട് നമുക്ക് എങ്ങനെ പവർ കണ്ടുപിടിക്കാം? പവർ ഈസ് ഈക്വൽ ടു V/I അല്ലേ. V/I എന്ന് പറയുന്ന ആ ഫോമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് 3335 വാട്ട്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് 14.5 ആംപ്സാണ് നമുക്ക് കറണ്ട് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എത്ര ആംബിയറേജിൻ്റെ ഫ്യൂസ് ഉപയോഗിക്കാം? 15 ആംബിയറേജിൻ്റെ 15 ആംപ്സിൻ്റെ ഫ്യൂസ് നമുക്കവിടെ യൂസ് ചെയ്യാം. ഇനി ടെലിവിഷൻ, LED TV-യിലൊക്കെ 230 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അവിടെ പവർ എന്ന് പറയുന്നത് 57.5 വാട്ടാണ്. അപ്പോൾ നമുക്കവിടെ വാട്ടേജും വോൾട്ടേജും വെച്ചിട്ട് നമുക്കവിടെ കറണ്ട് കണ്ടുപിടിക്കാം. 0.25 ആംസാണ് അവിടെ കറണ്ട് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 0.25 ആംസ് ആകുമ്പോൾ നമുക്ക് 0.3 ആംസിൻ്റെ ഫ്യൂസോ അല്ലെങ്കിൽ 1 ആംസിൻ്റെ ഫ്യൂസോ നമുക്കവിടെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ്. അപ്പോൾ 230 വോൾട്ട് 28.75 വാട്ടാണ്. അതായത് കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 0.125 ആംസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ V/I വെച്ചിട്ട് 28.75 വാട്ടെന്ന് കണ്ടുപിടിക്കുക, അത് ഫില്ല് ചെയ്യുക അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഫ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് 0.2 ആംസിൻ്റെ ഫ്യൂസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്, അത്രയാണ് നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദി ആംബിയറേജ് ഓഫ് ദ ഫ്യൂസ് വയർ യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ദാറ്റ് വർക്ക്സ് ഓൺ 230 വോൾട്ട് ഈസ് 2.2 ആംപ്സ് ഇഫ് സോ ദ പവർ ഓഫ് ദ ഡിവൈസ് ഈസ്. അപ്പോൾ നമ്മൾ എത്ര ആംബിയറേജിലുള്ള ഫ്യൂസ് വയർ ആണ് ആ സർക്യൂട്ടിൽ യൂസ് ചെയ്തതിന് 230 വോൾട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സർക്യൂട്ടിൽ നമ്മൾ 2.2 ആംപ്സിൻ്റെ ഫ്യൂസ് വയർ, ആംബിയറേജിലുള്ള ഫ്യൂസ് വയർ നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിവൈസിൻ്റെ പവർ എത്രയാകാം? അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ 230 × 2.2 നോക്കുക. 2.2 നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 506 കിട്ടും. 506 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 506 കിട്ടുകയാണെങ്കിൽ നമുക്ക് 510 വരെ, അപ്പോൾ നമുക്ക് 510 വരെ, അതായത് 500 to 510 വാട്ട് വരെ നമുക്ക് എന്താവാം? നമ്മുടെ ഡിവൈസിൻ്റെ പവർ, അത്രയും വാട്ടിലുള്ള പവർ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്, 230 വോൾട്ട് 115 വാട്ട് ഫിലമെൻറ്റ് ലാമ്പ് വർക്ക്സ് ഇൻ എ സർക്യൂട്ട് ഫോർ 10 മിനിറ്റ്. അപ്പോൾ 230 വോൾട്ട് 150 വാട്ട് ഫിലമെൻറ്റ് ലാമ്പ് 10 മിനിറ്റ് ഒരു സർക്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണ്. അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബൾബ്? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. P/V ഈസ് ഈക്വൽ ടു 115/230 ഈസ് ഈക്വൽ ടു 0.5 ആംസ് എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ബൾബ് ഇൻ 10 മിനിറ്റ്?
അപ്പോൾ അവിടെ നമുക്ക് ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, വാട്ടേജ് തന്നിട്ടുണ്ട്, പിന്നെ ടൈമും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പവറും വോൾട്ടേജും വെച്ചിട്ട് നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് I/T എന്നുള്ള ഫോർമുലയുണ്ട് ക്യൂ കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പോൾ I എന്ന് പറയുന്നത് 0.5 ആണ്, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. അപ്പോൾ അത് നമ്മളതിനെ സെക്കൻഡ് ആക്കണം. 10 × 60. അപ്പോൾ 0.5 × 600 എന്ന് കിട്ടും, = 300 കൂളോം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് ഹീറ്റർ കണ്ടക്ട്സ് എ 4 amps current when 60 volt is applied across its terminals. What will be the current if the potential difference is 120 volt? അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഹീറ്റർ 4 amps ആണ് കറണ്ട്, പിന്നെ 60 വോൾട്ടാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. ടെർമിനൽസിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 60 വോൾട്ടാണ്. ഇനി 120 വോൾട്ട് ആയാൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് 120 വോൾട്ട് ആകുകയാണെങ്കിൽ അവിടെ എത്രയായിരിക്കും കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കണം. നമുക്കിവിടെ വോൾട്ടേജും കറണ്ടുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് 120 വോൾട്ടിൽ എത്ര കറണ്ടാണ് അവിടെ വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. R = V/I. അപ്പോൾ 60/4 = 15 ഓം എന്ന് കിട്ടും, 15 ഓം. ഇപ്പോൾ നമ്മൾ ഇഫ് ദ വോൾട്ടേജ് ഈസ് ചേഞ്ച്ഡ് ടു 120 വോൾട്ട്, 60 വോൾട്ടിൽ നിന്ന് നമ്മൾ 120 വോൾട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കറണ്ട് നമ്മളവിടെ വോൾട്ടേജിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 120 വോൾട്ട് കൊടുക്കുക. 120 / 15 = 8 amps എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. 3 resistors of 2 ohm, 3 ohm and 6 ohm are given in the class. അപ്പോൾ ഒരു 2 ഓം, 3 ഓം, 6 ഓമിലുള്ള റെസിസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം. ഇതെല്ലാം കൂടെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ റെസിസ്റ്റേഴ്സ് എല്ലാം കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ അത് സീരീസ് ആയിട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത്, സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, ഹയസ്റ്റ് റെസിസ്റ്റൻസ്, അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് = നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതുപോലെ കണ്ടുപിടിക്കുക. അപ്പോൾ R+R+R, അതായത് 2 + 3 + 6 = 11 ഓം എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം. ഇതെല്ലാം കൂടെ ഉപയോഗിച്ച് നമുക്ക് ലീസ്റ്റ് കിട്ടുന്ന റെസിസ്റ്റൻസ്, അതായത് ലെസ് ആയിട്ട് കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ലീസ്റ്റ് റെസിസ്റ്റൻസ് = 1/R = 1/R1 + 1/R2 + 1/R3 = 1/2 + 1/3 + 1/6 3 + 2 + 1 / 6 എന്ന് കിട്ടും, = 6/6. അപ്പോൾ അത് തിരിച്ചിട്ടാൽ 1/6 ആണ് നമുക്ക് 6/6 എന്ന് കിട്ടിയത്. അത് തിരിച്ചിട്ടാൽ നമ്മൾ 6 എന്ന് ഇട്ടാലും എങ്ങനെ തന്നെ വരും, 6/6 എന്ന് വരും. അപ്പോൾ അവിടെ 1 ഓം ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ക്യാൻ യു മേക്ക് എ റെസിസ്റ്റൻസ് 4.5 ഓം യൂസിങ് ദീസ് 3? ഡ്രോ ദ സർക്യൂട്ട്. നമുക്ക് ഈ 3 റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് 4.5 ഓം എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4.5 ഓം നമുക്ക് കിട്ടുന്ന തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എങ്കിൽ ആ ഫിഗർ നമ്മൾ വരച്ച് കാണിക്കാൻ, എങ്കിൽ ആ സർക്യൂട്ട് വരച്ച് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഫിഗർ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. 9th ക്വസ്റ്റ്യൻ. എ ഗേൾ ഹാസ് മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 2 ഓം ഈച്ച്. She needs a circuit of 9 ohm resistance. For this, draw a circuit with the minimum number of resistors. അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ 2 ഓമിൻ്റെ റെസിസ്റ്റർ കുറേ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആ കുട്ടിക്ക് വേണ്ടത് 9 ഓം റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് 9 ഓം ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 9 ഓം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സർക്യൂട്ട് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ 3 റെസിസ്റ്റർ സീരീസ് ആയിട്ടും മറ്റ് 2 റെസിസ്റ്റർ നമുക്ക് പാരലായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആ റെസിസ്റ്റർ 9 ഓം റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഫിഗർ അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. 10th ക്വസ്റ്റ്യൻ. ഫിഗർ നിങ്ങൾ നോക്കുക, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ലെറ്റേഴ്സ് അസസിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഫിഗർ. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. ഇഫ് എ ബൾബ് ഈസ് ലിറ്റ് ആഫ്റ്റർ റീജോയിനിങ് ദ പാർട്സ് ഓഫ് എ ബ്രോക്കൺ ഫിലമെൻറ്റ്, വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഫ്രം ദ ലാമ്പ്? വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ദ പവർ ഓഫ് ദ ബൾബ്? ഇപ്പോൾ ഒരു ബൾബിൽ എന്താണ്, നമ്മൾ ഒരു ബ്രോക്കൺ ഫിലമെൻറ്റിൻ്റെ പാർട്സ് എല്ലാം കൂടെ റീജോയിനിങ് ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്തു? പ്രകാശിപ്പിച്ചു. അപ്പോൾ അത് എന്ത് ചേഞ്ചാണ് അവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക്, ആ ലാമ്പിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ പവർ ഓഫ് ദ ബൾബിന് എന്ത് ചേഞ്ചാണ് അവിടെ ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഫിലമെൻറ്റ്, വെൻ ദ ഫിലമെൻറ്റ് ഈസ് ബ്രോക്കൺ, the length decreases, effective resistance decreases, current increases, hence power, light, heat, etc. increases. അപ്പോൾ അവിടെ നമ്മൾ ഈ ബ്രോക്കൺ ഫിലമെൻറ്റിന് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ അതിൻ്റെ ലെങ്ത് അവിടെ കുറയുന്നു
അല്ലേ? നമ്മൾ ഇപ്പോൾ ആ ബ്രോക്ക് പൊട്ടിപ്പോയ ആ ഫിലമെൻറ്റിനെ നമ്മൾ എന്താണ് നമ്മളവിടെ ജോയിൻ ചെയ്ത് വയ്ക്കുമ്പോൾ അവിടെ ലെങ്ത് കുറയുന്നു. അപ്പോൾ ഈ ലെങ്ത് കുറയുമ്പോൾ അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസും കുറയുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസും കറണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുമെങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പവർ, ലൈറ്റ്, ഹീറ്റ് ഇതെല്ലാം എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ പവർ ഓഫ് എ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിൻ്റെ പവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് ഏതാണെന്ന് നമ്മൾ പറയണം. ഇതിൽ വേറൊന്നും ഞാൻ പറയുന്നില്ല. IR² ആണ് അവിടെ ആൻസർ. 12th ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വിൽ ബി ദ പവർ ഓഫ് എ 220 വോൾട്ട് 100 വാട്ട് ഇലക്ട്രിക് ബൾബ് വർക്കിംഗ് അറ്റ് 110 വോൾട്ട്? 220 വോൾട്ടുള്ള ഒരു 100 വാട്ടുള്ള ഇലക്ട്രിക് ബൾബ് 110 വോൾട്ടിൽ എത്ര പവർ ആയിരിക്കും നമുക്ക് തരുന്നത്? അവിടെ 25 വാട്ടാണ് ആൻസർ. 13th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു എ ഡിവൈസ് ഇൻ എ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിൽ നമ്മൾ ഏത് ഡിവൈസിനെയാണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്? ക്ലാസ് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, വോൾട്ട് മീറ്ററാണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. അമ്മീറ്റർ സീരീസ് ആയിട്ട് മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ആൻസർ വോൾട്ട് മീറ്ററാണ്. 14th ക്വസ്റ്റ്യൻ, വെൻ എ 12 വോൾട്ട് ബാറ്ററി ഈസ് കണക്റ്റഡ് to a resistor 2.5 milliamps current flows through the circuit. If so, what is the resistance of the resistor? അപ്പോൾ ഒരു 12 വോൾട്ട് ബാറ്ററി നമ്മൾ ഒരു റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 2.5 മില്ലി ആംപ്സ് ആണ്. എങ്കിൽ അവിടെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? V/I ആണ്. അപ്പോൾ 12/2.5 മില്ലി ആംപ്സ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2.5 ആംപ്സ് അല്ല, 2.5 മില്ലി ആംപ്സ് ആണ്. നമ്മൾ 2.5നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ ആംപ്സിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതെങ്ങനെ എടുക്കും? 2.5 × 10⁻³ എന്നെടുക്കും. ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇൻറ്റു ചെയ്തിരുന്നുവെങ്കിൽ 10⁻³ എന്നെടുത്തേനെ. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 10⁻³ എന്നെടുക്കും. അപ്പോൾ 12/2.5 × 10⁻³ അപ്പോൾ എങ്ങനെ വരും? 12 × 1000 ഡിവൈഡഡ് ബൈ 2.5 ഈസ് ഈക്വൽ ടു 4800 ഓം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. 12 × 1000 ഡിവൈഡഡ് ബൈ 2.5 ഈസ് ഈക്വൽ ടു 4800 ഓം എന്ന് കിട്ടും. 15th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 0.2 ഓം, 0.3 ohm, 0.4 ohm, 0.5 ohm and 12 ohm resistors are connected to a 9 volt battery in parallel, what will be the current through the 12 ohm resistor? അപ്പോൾ ഒരു 0.2 ഓം, 0.3 ഓം, 0.4 ഓം, 0.5 ഓം, 12 ഓം ഇത്രയും റെസിസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 9 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 12 ഓം റെസിസ്റ്റർ കൂടിയുള്ള കറണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പാരലൽ സർക്യൂട്ടാണ്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരലൽ സർക്യൂട്ടിലെ കറണ്ട് ഡിഫറൻ്റ് ആണ്, വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ ഈ വോൾട്ടേജ് തന്നെയായിരിക്കും എല്ലാ റെസിസ്റ്ററിലും ഫ്ലോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ സീരീസ് സർക്യൂട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ആണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അവിടെ കറണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് തന്നെയായിരിക്കും എല്ലാ റെസിസ്റ്റർ കൂടിയും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാരലൽ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് ആണ് സെയിം. അപ്പോൾ 9 വോൾട്ട് ആണ് അവിടെ 12 ഓം റെസിസ്റ്ററിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? I = V/R. V/R എന്ന് പറയുമ്പോൾ V തന്നിട്ടുണ്ട് 9 വോൾട്ട് ആണ്, ഡിവൈഡഡ് ബൈ 12 ഓം റെസിസ്റ്റർ ആണ്. 9/12 = 0.75 ആംപ്സ്. 16th question, how many resistors of 176 ohm should be connected in parallel to get 5 amps current from 220 volt supply? ഒരു 220 വോൾട്ട് സപ്ലൈയിൽ നിന്ന് 5 ആംപ്സ് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 176 ഓമുള്ള റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായിട്ട് എത്ര എണ്ണം കണക്ട് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ V/I എന്നുള്ള ഫോമുല വെച്ചിട്ട് നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ 220 ഡിവൈഡഡ് ബൈ 5 44 വരും. 44 നമ്മൾ അപ്പോൾ നമുക്കവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടേണ്ടത് 44 ആണ്. ഇനി 44 നമ്മൾ ഈ 176 ഓം റെസിസ്റ്റേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. 176 ഓം റെസിസ്റ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 176നെ നമ്മൾ 44 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ്? നമുക്ക് അറിയാം, നമുക്ക് എങ്ങനെയാണ് പാരലൽ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? നമ്മൾ സെയിം റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ എണ്ണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് 44 ആണ് നമുക്ക് റെസിസ്റ്റർ കിട്ടേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ 176നെ ഡിവൈഡഡ് ബൈ 44 നോക്കുക. അപ്പോൾ നമുക്കറിയാം അവിടെ 4 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 4 റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പാരലായിട്ട് കണക്ട് ചെയ്യേണ്ടത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഡെപ്പിക്റ്റ് എ ഫിഗർ ഷോയിങ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് 3 റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ട് ടു ഗെറ്റ് ആൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 9 ohm ആൻഡ് 4 ohm. അപ്പോൾ നമുക്ക് പിന്നെ റെസിസ്റ്റേഴ്സ് 3 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റേഴ്സ് നമുക്ക് 9 ohm കിട്ടുന്ന രീതിയിലും 4 ohm കിട്ടുന്ന രീതിയിലും നമ്മൾ അറേഞ്ച് ചെയ്ത് വരയ്ക്കണം. അത് ഞാൻ ഫിഗർ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി പഠിക്കുക.
അടുത്തത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ആൻഡ് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് എ മൈക്രോവേവ് ഓവൻ. ഒരു മൈക്രോവേവ് ഓവൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യാമെന്നുള്ളതാണ്. മൈക്രോവേവ് ഓവൻ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ് മൈക്രോവേവ് ഓവൻ. ഇറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ് വിത്തൗട്ട് എ ഹീറ്റിംഗ് കോയിൽ. ഒരു ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയാണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഡി കറണ്ട് ഈസ് യൂസ്ഡ് ഇൻ ദ വർക്കിംഗ് ഓഫ് മൈക്രോവേവ് ഓവൻ. അപ്പോൾ അവിടെ മൈക്രോവേവ് ഓവൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് എഡി കറണ്ടാണ്. ദ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് മൈക്രോവേവ് റേഡിയേഷൻസ്. മൈക്രോവേവ് റേഡിയേഷൻസിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ദ വാട്ടർ മോളിക്യൂൾസ് ആർ സ്റ്റിമുലേറ്റഡ് യൂസിങ് മാഗ്നറ്റ് 1 ആൻഡ് ദസ് അറ്റൈൻസ് ഹൈ ടെമ്പറേച്ചർ. അവിടെ മാഗ്നറ്റ് 1 ഉപയോഗിച്ചിട്ട് അവിടെ വാട്ടർ മോളിക്യൂൾസ് ഉത്തേജിപ്പിക്കപ്പെടുകയും അതായത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ അവിടെ ഹൈ ടെമ്പറേച്ചർ അവിടെ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. മെറ്റൽ യൂട്ടൻസിൽസ് ആർ അവോയ്ഡഡ് ആൻഡ് ദ സബ്സ്റ്റൻസ് വിത്തൗട്ട് വാട്ടർ കണ്ടൻറ്റ് ആർ നോട്ട് ഹീറ്റഡ് ബൈ ദിസ്. അപ്പോൾ നമുക്കറിയാം മൈക്രോവേവ് ഓവനിൽ നമ്മൾ പ്രത്യേകിച്ച് പാത്രങ്ങളുണ്ട്. മെറ്റൽ ഒന്നും നമുക്ക് അലുമിനിയം ഒന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പം മെറ്റൽ യൂട്ടൻസിൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത വസ്തുക്കളും എന്ത് ചെയ്യില്ല, നമുക്ക് ഇതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എൻ ആർക്ക് ലാമ്പ് ഹെൽപ്പ് ഇൻ റെസ്ക്യൂ ഓപ്പറേഷൻസ്. അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ഒരു ആർക്ക് ലാമ്പ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ഇൻറ്റൻസ് ലൈറ്റ് ഓഫ് ആർക്ക് ലാംപ്സ് ആർ യൂസ്ഡ് ഇൻ സെർച്ച് ലൈറ്റ്സ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഡ്യൂറിംഗ് നൈറ്റ് ടൈം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെസ്ക്യൂ ദ വിക്ടിംസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, ബോട്ട് ആക്സിഡൻറ്റ്സ് എക്സെട്ര. ഇപ്പോൾ ഇൻറ്റൻസ് ലൈറ്റ്, അതായത് നമ്മുടെ ഈ നൈറ്റ് ടൈമിൽ രാത്രി സമയങ്ങളിൽ നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്, അതായത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും സെർച്ച് ലൈറ്റ്സ് ആയിട്ടും ഒക്കെ, അതായത് നമുക്ക് സെർച്ച് ലൈറ്റ്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഈ ആർക്ക് ലാംപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കാരണമാണ് നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെസ്ക്യൂ ദ വിക്ടിംസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, ബോട്ട് ആക്സിഡൻറ്റ്സ് എക്സെട്ര. ബോട്ട് ആക്സിഡൻറ്റിൽപ്പെട്ടവരെയും പിന്നെ പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ടവരെയും ഒക്കെ നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആർക്ക് ലാംപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ദ ഇൻ്റർനെറ്റ് ഫൈൻഡ് ഔട്ട് ഫോളോയിങ്. അപ്പോൾ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ ഇൻ നിക്രോം. നമുക്കറിയാം നിക്രോം എന്ന് പറയുന്നത് എന്തിൻ്റെ അലോയിയാണ്, നിക്കൽ, ക്രോമിയം, അയൺ ഇത്ര അടങ്ങിയിട്ടുള്ള ഒരു അലോയിയാണ് നിക്രോം എന്ന് പറയുന്നത്. അതിൽ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 61% നിക്കൽ, 15% ക്രോമിയം ആൻഡ് 24% അയൺ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് നിക്രോം ഇൻ ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നിക്രോമിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്, ഡിഗ്രി സെൽഷ്യസിലാണ് പറയേണ്ടത്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1350 ഡിഗ്രി സെൽഷ്യസ്, 1350 ഡിഗ്രി സെൽഷ്യസ്. സി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് നിക്രോം. നിക്രോമിൻ്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ്? ആൻസർ എന്ന് പറയുന്നത് 1 to 1.5 × 10⁻⁻6 ഓം മീറ്റർ ആണ് ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഡി ക്വസ്റ്റ്യൻ, ഡസ് ദ റിസൾട്ട് ഓഫ് യുവർ ഒബ്സർവേഷൻ ജസ്റ്റിഫൈ ദ യൂസ് ഓഫ് നിക്രോം ആസ് എ ഹീറ്റിംഗ് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഹീറ്റിംഗ് എലമെൻ്റായിട്ട് നമ്മൾ നിക്രോം യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒബ്സർവേഷനിൽ, അതായത് യൂസ് ചെയ്യാം എന്നുള്ള ഒബ്സർവേഷനിൽ എത്തിച്ചേർന്നത്. അപ്പോൾ എന്താണ് ഹൈ റെസിസ്റ്റിവിറ്റി? ഡി ക്വസ്റ്റിൻ്റെ ആൻസറാണ് പറയുന്നത്. 1 ഹൈ റെസിസ്റ്റിവിറ്റി, 2 ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ്, 3 എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്, 4 തെർമൽ എക്സ്പാൻഷൻ ഈസ് നെഗ്ലിജിബിൾ. ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, നമ്മുടെ പാഠഭാഗങ്ങളിൽ വിശദമായിട്ട് ഇത് നന്നായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, അനലൈസ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദ ഫോളോയിങ് ലാംപ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻ ഗ്രൂപ്പ്, ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ്. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന ലാംപ്സിൽ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞിട്ട് ഏതാണ് നമുക്ക് യൂസ് ചെയ്യാൻ കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത് എന്ന് പറയുക. എ ഫിലമെൻറ്റ് ലാമ്പ്. ഫിലമെൻറ്റ് ലാമ്പിനുള്ള മെറിറ്റ് എന്ന് പറയുന്നത് വർക്ക് ഇൻ ബോത്ത് ഡി സി ആൻഡ് എ സി. എ സിയിലും ഡി സിയിലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നു, പക്ഷേ അവിടെ ഡിമെറിറ്റ് ഉണ്ട്. ലോസ് ഓഫ് എനർജി ആസ് ഹീറ്റായിട്ട് അവിടെ എനർജി ലോസ് ചെയ്യുന്നു. പിന്നെ ലോ ലൈറ്റും ആണ്. ഇത് രണ്ടുമാണ് അതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. ബി ഫ്ലൂറസെൻറ്റ് ലാമ്പ് തന്നിട്ടുണ്ട്. അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് മോർ ലൈറ്റ്, കൂടുതൽ പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ ഡിമെറിറ്റ് ഉണ്ട്. എന്താണ്? കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അവിടെ ഉണ്ടാക്കുന്നു. മൂന്നാമത്തത് ആർക്ക് ലാമ്പ്. സി എന്ന് പറയുന്ന ആർക്ക് ലാമ്പാണ്. അതിൻ്റെ മെറിറ്റ് ഇൻറ്റൻസ് ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, അതായത് നല്ല ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഡിമെറിറ്റും ഉണ്ട്. എന്താണ്? കാർബൺ റോഡ്സ് ആർ ടു ബി ചേഞ്ച്ഡ് ഫ്രീക്വൻ്റ്ലി. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ കാർബൺ റോഡ് ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതൊരു ഡിമെറിറ്റ് ആണ്.
അടുത്ത ഡി എന്ന് പറയുന്ന സി എഫ് എല്ലിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് മോർ ലൈറ്റ് അറ്റ് എ ലോ പവർ. ഒരു ചെറിയൊരു പവർ മതി നമുക്കവിടെ മോർ ലൈറ്റ് നമുക്ക് കിട്ടും. പക്ഷേ അവിടെ ഡീമെറിറ്റ് ഉണ്ട്. എന്താണ്? കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അവിടെ പാരിസ്ഥിതിക ദോഷങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ഇ എന്ന് പറയുന്നത് LED ബൾബ്. അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് നോ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ലോ എനർജി കൺസംഷൻ, പിന്നെന്താണ്? ലോങ് ലൈഫ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഡീമെറിറ്റ് ഒന്നും ഇല്ല. LED ബൾബിന് അവിടെ ഡീമെറിറ്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ബെസ്റ്റ് ലാമ്പ് ഈസ് LED ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഏതാണ്? LED ആണെന്ന് അവിടെ പറയാം. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.